ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. വിജയസാധ്യത കണക്കിലെടുത്ത മികച്ച സ്ഥാനാർത്ഥികളെയാകും രംഗത്തിറക്കുക. കേരളത്തിലെ മണ്ഡലങ്ങളും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കും. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനുമാണ് സാധ്യത. ബി.ജെ.പി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകി. നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരുടെ പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും. അക്ഷയ് കുമാർ, കങ്കണ റണാവത്ത് അടക്കം സിനിമാ കായിക മേഖലയിൽ നിന്നുള്ളവർ സ്ഥാനാർത്ഥികളാകും. കേരളത്തിലെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ, തൃശൂരിൽ സുരേഷ് ഗോപി, പാലക്കാട് സി കൃഷ്ണകുമാർ എന്നിവർ മത്സരിക്കും. കോഴിക്കോട് എം ടി രമേശിന്റെ പേരിനാണ് പ്രാമുഖ്യം. മലപ്പുറത്ത് എ പി അബ്ദുള്ളക്കുട്ടിക്കാണ് സാധ്യത. തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സഖ്യ ചർച്ചകൾ മുന്നണികൾ പൂർത്തിയാക്കുകയാണ്. ഉത്തർപ്രദേശിലും അസാമിലും എൻ.ഡി.എ ധാരണയിൽ എത്തി. ഉത്തർപ്രദേശിൽ 80-ൽ 74 സീറ്റിൽ ബി.ജെ.പി. മത്സരിക്കും. RLD 2, അപ്നാദൾ 2, SP 1, നിഷാദ് പാർട്ടി 1 സീറ്റുകളിൽ മത്സരിക്കും. അസാമിൽ 14-ൽ 11 സീറ്റിൽ ബി.ജെ.പി. മത്സരിക്കും. അസം ഗണപരിഷത്ത് 2 സീറ്റിലും UPPL 1 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തും. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കി. ശിവസേന 18, കോൺഗ്രസ് 18, NCP 9, വഞ്ചിത് ബഹുജൻ അക്കാഡി 2, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് സീറ്റ് ധാരണ. റിപ്പോർട്ടർ, ദില്ലി.